കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറെ വേരോട്ടമുള്ള മണ്ണാണ് ആലപ്പുഴയിലേത്. മൂന്നാം തുടർഭരണത്തിന് ലക്ഷ്യമിടുന്ന CPM-ന് പരമാവധി മണ്ഡലങ്ങൾ വിജയിച്ചു കയറേണ്ടത് അനിവാര്യതയാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെ ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പിറവികൊണ്ട മണ്ണാണ് ആലപ്പുഴ. ഒട്ടേറെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് കൂടി എല്ലാ കാലത്തും വേദിയായ മണ്ണുകൂടിയാണ് ആലപ്പുഴ. ഇപ്പോഴും G. സുധാകരൻ ഉയർത്തുന്ന വിമത സ്വരം ആലപ്പുഴയിലെ CPM-ന് ചില ആശങ്കകൾ നൽകുന്നതാണ്. ഈ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോട്ടവും തട്ടാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് CPM നേതൃത്വം നൽകുന്നത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ 9 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ ആലപ്പുഴ ജില്ലയിലുള്ളത്. ഇതിൽ ഹരിപ്പാട് ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും LDF ആണ് വിജയിച്ചിരിക്കുന്നത്. യു പ്രതിഭയാണ് ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ പ്രധാന വനിതാ MLA. മൂന്നാമതും പ്രതിഭ മത്സരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇവിടെയാണ് CS സുജാതയ്ക്ക് പ്രസക്തി വർദ്ധിക്കുന്നത്. സുജാതയെ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും CPM മത്സരിപ്പിക്കുകയും അവർ വിജയിക്കുകയും LDF-ന് മൂന്നാമത് ഭരണം കിട്ടുകയും ചെയ്താൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഉറപ്പായും സുജാത മന്ത്രിസഭയിലും എത്തും. ആദ്യ പിണറായി മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ മത്സര രംഗത്തില്ലാഞ്ഞിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 9-ൽ 8 സീറ്റുകളിലും വിജയിക്കാൻ കഴിഞ്ഞത് ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ് പ്രകടമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, പ്രതിഭ മത്സര രംഗത്തേക്ക് വരാത്ത സാഹചര്യത്തിൽ ഒരു വനിത നിയമസഭയിലേക്ക് എത്തേണ്ടത് ഏറെ അനിവാര്യതയുമാണ്. അങ്ങനെ വരുമ്പോൾ സുജാത മത്സരിക്കേണ്ടതും വിജയിക്കേണ്ടതും ആലപ്പുഴയിലെ പാർട്ടിക്കേറെ ആവശ്യവുമാണ്. CPM 6 സീറ്റുകളും CPI-യും NCP-യും ഓരോ സീറ്റുകളും വീതമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ UDF നേടിയ അരൂർ മണ്ഡലം പൊതുതെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത വലിയ ആഘാതമാണ് CPM കോൺഗ്രസിന് നൽകിയത്. UDF-ന്റെ സിറ്റിംഗ് MLA ഷാനിമോൾ ഉസ്മാനെ ഗായിക കൂടിയ ദലീമയാണ് പരാജയപ്പെടുത്തിയത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പര്യടനം നടത്തിയിട്ട് പോലും കായംകുളത്ത് അരിത ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ യു പ്രതിഭ തന്നെ രണ്ടാമതും പ്രതിഭ തെളിയിക്കുകയാണ് ഉണ്ടായത്. മന്ത്രിമാരായ G. സുധാകരൻ, തോമസ് ഐസക്, P. തിലോത്തമൻ എന്നിവർ 2021 മത്സരിച്ചെങ്കിലും അവരുടെ മണ്ഡലങ്ങളായ അമ്പലപ്പുഴയിൽ H. സലാമും, ആലപ്പുഴയിൽ PP. ചിത്തരഞ്ജനും, ചേർത്തലയിൽ P. പ്രസാദും തിളക്കമാർന്ന വിജയം നേടിയിരുന്നു. 2021 നിന്നും 2026 തെരഞ്ഞെടുപ്പെത്തുമ്പോൾ ഇടതുപക്ഷം ശക്തമായ മത്സരമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ BJP അവരുടെ വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത് CPM ഏറെ ഗൗരവമായി കാണുന്നുണ്ട്. ആലപ്പുഴയിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും BJP വോട്ട് വിഹിതം കുത്തനെ ഉയർത്തിയിരുന്നു. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും നിലവിലെ MP ആയിരുന്ന AM ആരിഫും നേർക്കുനേർ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഒടുവിലായാണ് ശോഭാ സുരേന്ദ്രനും സ്ഥാനാർത്ഥിയായി എത്തിയത്. സംസ്ഥാന BJP നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലായിരുന്നുവെങ്കിലും ശോഭയ്ക്ക് സീറ്റ് ലഭിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ ശോഭ മത്സരിച്ച ആറ്റിങ്ങൽ സീറ്റിൽ ഇത്തവണ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരനാണ് മത്സരിച്ചത്. ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും ശോഭ NDA-യുടെ വോട്ട് വിഹിതം ഉയർത്തിയിരുന്നു. ആലപ്പുഴയിൽ നിറഞ്ഞ ശോഭയുടെ സാന്നിധ്യവും പ്രസംഗങ്ങളും തന്നെയാണ് അവർക്ക് വോട്ട് നേടിക്കൊടുത്തത്. EP ജയരാജൻ, ദല്ലാൽ നന്ദകുമാർ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച ഉൾപ്പെടെ ശോഭ തുറന്നുവിട്ട വിവാദ ഭൂതങ്ങൾ അത്ര എളുപ്പം അവസാനിച്ചിട്ടുമില്ലായിരുന്നു. KC വേണുഗോപാൽ 38.2% വോട്ട് വിഹിതത്തോടെ ഇത്തവണ 3,97,984 വോട്ടുകൾ നേടിയപ്പോൾ AM ആരിഫിന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 32.17% വോട്ട് വിഹിതവും 3,35,199 വോട്ടുകളുമാണ്. കഴിഞ്ഞ തവണ ആരിഫിന് ലഭിച്ച 40.96% വോട്ടിൽ നിന്ന് കുത്തനെ ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് 8.79% ഇടിവ് സംഭവിച്ചപ്പോൾ NDA-ക്ക് കൂടിയത് 11%-ലധികം വോട്ടാണ്. ആലപ്പുഴയിൽ ബഹുദൂരം മുൻപിൽ ജനസ്വീകാര്യതയുള്ള ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകളും ഏറെയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് CS സുജാത രംഗത്തിറക്കുവാൻ CPM ആലോചിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ SFI-യുടെ മുന്നണി പോരാളിയായി രാഷ്ട്രീയ രംഗത്തിറങ്ങിയ സുജാതയെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ മുൻകൈയെടുത്താണ് പാർലമെന്റ് രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റിലും സിൻഡിക്കേറ്റിലും അംഗമായിരുന്ന സുജാത ഒരു അഭിഭാഷക കൂടിയാണ്. മുൻപ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തിയ സുജാത കായംകുളത്ത് നിന്നും നിയമസഭയിലേക്ക് എത്തുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്.